പ്രശസ്ത കവയിത്രി സുഗതകുമാരി മനുഷ്യ മനസ്സാക്ഷിയുടെ മുന്നിൽ അനാവരണം ചെയ്ത കൊല്ലേണ്ടതെങ്ങനെ എന്ന കവിതയുടെ രംഗാവിഷ്കരണം. ഈശ്വര, ആദ്യണ്ടായിരുന്ന കണ്ണാടിയാ, അതും നീ പൊട്ടിച്ചോ? കളിച്ചില്ലുള്ളത് മോളപ്പുറത്ത് പോയി കളിക്ക്. കണ്ട സാധനം അതും പൊട്ടിച്ചോ? പൊട്ടിക്കും. ഇവിടെയുള്ള എല്ലാം പൊട്ടിക്കാൻ തിരിച്ച നശിച്ച ജന്മത്. സ്വന്തം തന്തയുടെ പോലും തലതെറിച്ചു പോയില്ലേ. എന്റെ മോനെ ഇപ്പൊ എവിടെയാണോ എന്തോ. മതി നിർത്തുകുട്ടിയെ ശപിച്ചത്. സ്വന്തം മോൻ വഴി പൈസ പോയതിന് കുറ്റം പോയി കുഞ്ഞിനാ. മക്കളെ വളർച്ചേന്റെ കുഴപ്പം. എന്റെ വീട്ടിൽ നിന്ന് എന്റെ നിനക്ക് കഴിച്ചുണ്ടെന്നോ കൊത്തി അരിഞ്ഞ നിന്റെ ആ നശിച്ച സാധനത്തിന് കൊണ്ട് ഈ പറഞ്ഞോണ്ട് അവിടെ മൂശൻ. ഈശ്വര, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ എന്തോ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? എന്താ മോളെ ഇത്? മുറ്റത്തിലിരുന്നാണോ കളിക്കുന്നത്? എന്റെ കുട്ടിക്ക് 10-20 വയസ്സായിട്ടും ഉണ്ണണമെന്നും ഉടുക്കണമെന്നും ഒന്നും അറിയില്ല. എനിക്ക് പ്രായമായി വരിക. ഞാൻ മരിച്ചാൽ എന്റെ കുട്ടി ആരാ നോക്കാം? ആരാ ഭക്ഷണം കൊടുക്കുക? ആരാ കുളിപ്പിക്കുക? ആരുമില്ല. ദുഷ്ടന്മാരാ ലോകം. ഞാൻ മരിച്ചാൽ അയാൾ വരും. അയാൾ വന്നാൽ എന്നത്തോടെ അവസാനിപ്പിക്കുന്ന സാധനത്തിന് നന്ന പുതിയ അച്ഛൻ. ഇനി എനിക്ക് ആ സ്ഥാനം വേണ്ടേ? ഇത് വന്നേടി. അതല്ല വേണ്ട. അച്ഛൻ്റെ മോളിങ് വന്നേ. വാ, ഈ പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞാൻ. അച്ഛനെ കളിപ്പിക്കുക, അച്ഛനെ കളിപ്പിക്കുക. അച്ഛാ വേണ്ട. ഇനി അവളുടെ മുത്തശ്ശി തല്ലല്ലേ, മുത്തശ്ശി തല്ലല്ലേ. പൊക്കോണം ഇവിടുന്ന് അസത്തെ. നീ ഇവിടെ നിന്ന് നിന്റെ തലയുടെ തല തെറിച്ചു. നിന്റെ തലയുടെ തല തെറിച്ചു. ഇനി നീ ഇവിടെ നിന്ന് എന്റെ തലയും തെറിക്കും. പൊക്കോണം ഇവിടുന്ന്. അല്ലെ ഞാൻ തീക്കൊള്ളി വെക്കും. ഇല്ല, ഞാൻ എന്റെ മോളെ ആർക്കും വിട്ടു കൊടുക്കില്ല. ഈ ചോറ് വിഷം കൊടുത്ത് ഞാൻ എന്റെ മോളെ ഇങ്ങ് വാ, അമ്മ ചോറ്. എനിക്ക് എന്റെ മോളെ കൊല്ലാനാകില്ല. മോളെ വാ, അമ്മ താരാട്ട് പാടി എടുക്കാം. കൊല്ലാനാകില്ല. കരയിപ്പിക്കാതെ, വേദനിപ്പിക്കാതെ ഞാൻ എങ്ങനെ എന്റെ മോളെ ഒന്ന് കൊല്ലാം? ഈ അമ്മയുടെ ദുഃഖം സമൂഹത്തിന്റെ തന്നെ ദുഃഖമാണ്. ഇവർക്ക് ആവശ്യം സഹകരണമല്ല, സ്നേഹം മാത്രം. ഇവരെ നമ്മളിൽ ഒരാളായി കാണുക. നന്ദി, നമസ്കാരം.